ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കൊച്ചു വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു ഈ ബോ ഉണ്ടാക്കുന്നൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അതൊന്ന് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 3 ഐറ്റം പീസ് ക്ലോത്താണ് നമുക്ക് വേണ്ടത്. ഇതും ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതുപോലെ ചതുരത്തിൽ ഒരു പീസാണ് വേണ്ടത് കേട്ടോ. അതിൻ്റെ നീളം വന്നിട്ട് 9.5 ഇഞ്ചും വീതി വന്നിട്ട് 9 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അത് മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ അളവിൽ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയൊരു ബോ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, 2 പീസാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ടൈമിലാണ് ഒരു കൊച്ചു വീഡിയോസ് ചെയ്താലോ എന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ചെയ്തു. ഇനി ഈ ഒരു പീസിൻ്റെ നീളം വന്നിട്ട് 17.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വീതി വന്നിട്ട് 6.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് ചേർക്കുന്നതിനായിട്ട് 4.5 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയിലുമുള്ളൊരു കൊച്ചു പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഇതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു സൈഡ് ഫോൾഡാണ്, അപ്പോൾ ബാക്കി 3 സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഇനി അടുത്തതായിട്ട് ഈ നീളമുള്ള പീസിനെ നമുക്കൊന്ന് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് താഴെ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക. അതിന് ശേഷം മുകളിലേക്ക് ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ആ പീസിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിവർത്തി വെച്ചൊന്ന് അളവൊന്ന് നോക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് 3 ഇഞ്ചാണ് കേട്ടോ. ഈ വീതി കൂടിയ ഈ വശമുണ്ടല്ലോ, ഈ ഭാഗത്ത് 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻറ്ററിൽ 2 ഇഞ്ചും, അപ്പോൾ 1 ഇഞ്ച് ചരിച്ചാണ് വെട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ അപ്പോഴേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ പീസിനെ ഒന്ന് നല്ല വശം ഉള്ളിലേക്കാക്കി ഇതുപോലെ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്ത് ഒന്ന് മറിച്ച് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ 3 പീസിനെയും നല്ല വശത്തൊന്ന് തിരിച്ചിടണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ, എന്നാലേ നമുക്കതിലൂടെ വേണം നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ല വശം ഒന്ന് പുറത്തേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ നല്ല വശമൊക്കെ പുറത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെ അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഷേപ്പിലൊന്ന് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതുപോലെ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം ആ ഗ്യാപ്പിലൂടെ വേണം, ആ കട്ട് ചെയ്ത് ആ ഹോളിലൂടെ വേണം നമുക്കിതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ മറു സൈഡിൽ കൊള്ളാതെ വേണം കേട്ടോ എന്താ കട്ട് ചെയ്യാൻ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് ഉള്ളിലൂടെ മറു പീസിനെ തട്ടാതെ വേണം ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 4 ഭാഗങ്ങളും നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ പോയിൻറ്റുകളൊക്കെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പുറത്തേക്കെടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ പുറത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വശമാണ് കാണുന്നത്. ഇനി ഈ ഗ്യാപ്പിൻ്റെ അവിടെ നമുക്ക് നൂലൊന്നും പോരാതിരിക്കാനായിട്ട് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട്, ഇത് കണ്ടു, ഒരു നൂല് പോരുന്ന ക്ലോത്താണ് കേട്ടോ അത്. അങ്ങനെ നൂല് പോരാത്തൊരു ക്ലോത്താണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ആ നൂല് പോരുന്ന ഭാഗം ഒന്ന് ഒരുക്കിയെടുക്കുക. അപ്പോൾ അതും റെഡിയായി. ഇനി നമുക്ക് ഇത് 2 പീസിനെ യോജിപ്പിക്കാനുള്ള ഒരു കൊച്ചു സ്ട്രാപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ബോ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി നല്ല പ്ലീറ്റിട്ട് കൊടുക്കുക. ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കുക. ഓക്കെ, കണ്ടോ, ഒരു 3-4 5 നെറിയിട്ടിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ അടിവശത്ത് വെച്ചിട്ട് കൊടുക്കുന്ന ഇതിന് ആ നീളമുള്ള പീസും ഇതുപോലെ ഒന്ന് 2 പ്ലീറ്റിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ഈ കെട്ടുന്ന സ്ട്രാപ്പ് എടുത്ത് ഇതുപോലെ പിടിച്ച് അവിടെ നിന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സൂചി നൂല് എടുത്തിട്ട് തുന്നി വെച്ചാലും മതി. അപ്പോൾ കണ്ടോ, നമ്മുടെ ബോയുടെ റെഡിയായി. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ബോ ആയി. ബാക്കിയുള്ള സ്ട്രാപ്പിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെ ഉരുക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫ്രോക്കിൽ സ്കേർട്ടിലും ഒക്കെ വെച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഈ സ്ട്രാപ്പിൻ്റെ മുകളിലായിട്ട് ഈ ബീഡ്സൊക്കെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. സ്റ്റോൺസ് ഇങ്ങനെ പിന്നെ പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. അപ്പോൾ അത് സ്കേർട്ടിലുള്ളൊരു ക്രോപ്പ് ടോപ്പിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്കിലേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.